ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന റാഹത്താണോ? കമൻറ്റ് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഷാജി ഇന്നലെ ലൈവിൽ വന്നിട്ട് പൊരിഞ്ഞ അടിയും ബഹളമൊക്കെ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാട്ടോ. എന്താ പറയുക, ഷാജിദ ഒന്ന് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഷാജിദ കേൾക്കൂല. ഷാജിദയെ പറ്റി റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവരെയൊക്കെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ട് ഉപദ്രവിക്കാൻ നിന്നാൽ അതിനേ നേരെ ഉണ്ടാവും അല്ലേ? നമ്മൾ പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് ഇതാക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ആള് റിയാക്ഷൻ വീഡിയോ ചെയ്തതിന് കാരണം ഇവർ പ്രവർത്തിച്ചതിൽ വെച്ചിട്ട് ആരെല്ലാം ചെയ്തു? ഞാൻ വരെ ചെയ്തു. ഒരുപാട് ആൾക്കാർ ചെയ്തല്ലോ റിയാക്ഷൻ വീഡിയോ. അത് ഷാജിദയുടെ കയ്യിൽ കൊണ്ടിട്ട് ചെയ്തതാണ്. അതിന് ചെന്നിട്ട് അവരെ കുടുംബത്തിൽ കയറിയിട്ടൊക്കെ കളിക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ ഷാജിദ? ഇനി ഇത് കേട്ടിട്ട് ഷാജിദാക്ക് കുരു പൊട്ടിയിട്ട് എൻ്റെ വീട്ടിലങ്ങനെ വരുന്നോ ആവോ? എന്തെന്ന് വെച്ചാലേ, ഞാൻ മുന്നേ എന്ന് പറഞ്ഞാൽ മറ്റേ താലിയുടെ കേസൊക്കെ വന്നൊരു സമയത്ത് റൌഫിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാജിദ എൻ്റെ നാട് തിരക്കി ഒരുപാട് അലഞ്ഞു, ഞാൻ എവിടെയാണ് താമസം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയാൻ പറ്റൂല, ചിലപ്പോൾ എന്നെ തേടിയും വന്നാലായി. എന്തായാലും ഈ കുട്ടി ഭയങ്കര ധൈര്യശാലിയാണ്. അല്ലെങ്കിൽ ഒരിക്കലും പയ്യൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കാൻ നിൽക്കൂലല്ലോ അല്ലേ? വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മിക്കവർക്കും മനസ്സിലായി. സത്യം പറഞ്ഞാൽ ആ ലൈവിൽ ഇന്നലെ അത് കണ്ടപ്പോൾ എനിക്കൊക്കെ പേടി തോന്നി. എന്താണെന്ന് വെച്ചാൽ ഒരാണിനോടാണ് കയർത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങളും സംഭവിക്കുന്നു. വെട്ടൽ, കുത്തൽ, അടി അങ്ങനെയൊക്കെ ഇവള് പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ നിറയും വിപരം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ അവസ്ഥ അല്ലേ, എപ്പോഴാണ് ദേഷ്യം വരിക, എപ്പോഴാണ് അത് അവസാനിക്കുക, അതൊന്നും പറയാൻ പറ്റത്തില്ല. അന്നേരം നമുക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യും. അത് പിന്നീട് നമുക്കത് അയ്യോ ചെയ്തു പോയി അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. മറ്റേ അഫാൻ്റെ കേസ് തന്നെ ഉണ്ടല്ലേ, അന്നേരത്തെ ഒരു ഇതിൽ അവൻ ചെയ്തതാണെന്നേ ഞാൻ ഇപ്പോഴും പറയും. കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വെച്ചാലും ആ ഒരു മാനസിക ഇത് വരത്തില്ലേ, അന്നേരം നമുക്ക് നമ്മുടെ ഇതങ്ങ് തെറ്റിപ്പോവും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചു, ഇതിനിപ്പോൾ എന്താവോ എന്തോ പടച്ചോനെ. വിളിക്കണത് നിങ്ങളുടെ മകൻ വേശീനാ വിളിക്കണത്. നിങ്ങളെ കൂടെ കിടക്കാൻ വന്നാ കൂടെ കിടക്കാൻ വന്ന ഇവന്റെ കൂടെ കിടക്കാൻ വന്ന ഇവര് കൂടെ കിടക്കാൻ വന്ന ഞാന്. ഗുഡ് ഗുഡ്, നല്ലത്. നിനക്ക് എന്താണ് പണി? നിനക്ക് എന്താണ് ദുബായിൽ ഈ 4 ചുമരിനുള്ളിൽ ഇതല്ലടാ പണി? വീഡിയോ എടുത്തോട്ടെ, അതിനെന്തപ്പോ? അതന്നെ നിങ്ങളുടെ മകൻ. പിന്നെ പൈസക്കല്ല നിങ്ങളുടെ മകൻ, മറ്റേ ആണോ? ഇവനാരാ നിങ്ങൾക്കില്ല പെൺകുട്ടികളെ, നിങ്ങൾക്കില്ല. ആരെന്താ പറഞ്ഞു? ഇവനാണ് എന്നെ കുറിച്ച് വീഡിയോസ് ഇട്ടത്, ഇവനാണ്. ഇവള് വലിയതാക്കട്ടെ. ഇവള് ഈ നെട്ടിക്കല് ആരെന്ത് പറഞ്ഞാലും ആ വീട്ടിക്ക് ഈ ഫാമിലി നോക്കില്ല. അപ്പൊ അതൊക്കെ വറക്കുമല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിക്കാം. എടാ, സ്റ്റേഷനിൽ എത്ര പേര് കേറിയെന്ന് നോക്കി. സ്റ്റേഷനിൽ എത്ര പേര്, കോടതിയിൽ എത്ര പേര് കേറിയിട്ടുണ്ട് നീ ചോദിക്കും. സ്റ്റേഷനിൽ എത്ര പേര് എന്നാണ് സകല മലയാളികൾക്കും അറിയാം. ഓ, നീ മണ്ണാർക്കാട് ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബറാണ്, എന്റെ ആൾക്കാരാണ്. നീ അങ്ങോട്ട് ടൗണിലേക്ക് വാ, പട്ടി പറ്റോ? അത് ഞാൻ പറഞ്ഞു. നീ 2 പെറ്റിട്ടുണ്ടല്ലോ, നീ 2 പെണ്ണുങ്ങളും പെറ്റിട്ടുണ്ടോ? എടാ, അത് എന്റെ ഇഷ്ടമാണ്. അത് മാറി, അത് എന്റെ ഇഷ്ടമാണ്. ഞാൻ എന്താണ് കണ്ടില്ലേ മതം പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? നിന്റെ കെട്ടിയാല് ചെയ്യണതോ? മൊബൈൽ എടുത്ത് നോക്കടി. മൊബൈൽ എടുത്ത് നോക്കടി. ഇങ്ങനെ തിന്നണത് തീട്ടം തിന്നടി നല്ലത്. ഇങ്ങനെ കെട്ടിയാവും കൊടുന്ന് തിന്നണത് തീട്ടം തിന്നാണ് നല്ലതേ. എന്റെ വീട്ടിൽ വാടി പറഞ്ഞിട്ട് മെസ്സേജ് നോക്ക്. വാടി പറഞ്ഞിട്ട് ഇവൻ വിളിച്ചതാണ്.
പറയില്ലടി, നിന്റെ കെട്ടിയോ മാന്യത ഉള്ളവനാണെങ്കിൽ മാന്യതയിൽ സംസാരിക്കും. നിന്റെ കെട്ടിയോ തോന്നിയവാസിയാണെങ്കിൽ ആ തോന്നിയ പോലെ തന്നെ സംസാരിക്കുള്ളൂ. മകനെ അടിപൊളിയായിട്ട് വളർത്തി വെച്ചിട്ടുണ്ട്. കണ്ട് പെണ്ണുങ്ങൾ നെഞ്ഞത്ത് കയറാന്, കണ്ട് പെണ്ണുങ്ങൾ നെഞ്ഞത്ത് കയറാനേ. നിങ്ങൾ ആരാ അടിക്കടാ? ഒരു മര്യാദക്കുള്ള വർത്താനം നമുക്ക് പറഞ്ഞു. ആൾക്കാരെ വിളിച്ചു നീ വാടാ, നീ വാ, ടൗണിലേക്ക് വാ, ടൗണിലേക്ക് വാ. കണ്ടിട്ടില്ലേ